നമസ്കാരം. ദില്ലിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ജാഗ്രത. നിലവിൽ വിവിധ ജില്ലകളിൽ പരിശോധന നടത്തി വരികയാണ്. മലപ്പുറം കളക്ടറേറ്റിൽ പോലീസ് പരിശോധന നടക്കുന്നുണ്ട്. വയനാട് കളക്ടറേറ്റിലും പരിശോധന നടത്തി വരുന്നു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും കോമ്പൗണ്ടിലെ വാഹനങ്ങൾ പരിശോധിക്കുകയാണ്. കൊച്ചിയിൽ ഒരു റൗണ്ട് സുരക്ഷാ പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. പോലീസിന്റെ വ്യാപക പരിശോധന നടന്നു വരികയാണ്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരുവിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കി. റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും പോലീസിനെ നിയോഗിച്ചു. യാത്രക്കാരുടെ ബാഗേജുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. സ്ഫോടന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സുരക്ഷാ ജാഗ്രത അഭൂതപൂർവമായ നിലയിലേക്ക് ഉയർത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് രാജ്യത്തെ എല്ലാ വ്യോമത്താവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി CNN News 18 റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ സാഹചര്യം അസ്ഥിരമായി തുടരുന്നതിനാൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സായുധ സേനയെ അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും ഏതു സാഹചര്യങ്ങളെ നേരിടുവാൻ തയ്യാറാണെന്നും പാകിസ്ഥാന്റെ സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ വ്യോമസേനയുടെ മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ഉടനടി പറന്നുയരുവാൻ തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിലെ സമീപകാല ഭീകര ഗൂഢാലോചന കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള മുൻകൂർ പ്രഹരമോ മറ്റു തരത്തിലുള്ള പ്രത്യാക്രമണമോ ഉണ്ടാകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് ഈ നടപടികളിലേക്ക് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ വ്യോമ ആസ്തികൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും സൈനിക ജെറ്റുകളും നിർണായക സ്ഥാപനങ്ങളും ഏത് ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണ്. നവംബർ 11 മുതൽ നവംബർ 12 വരെ നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയിട്ടുണ്ട്. സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും ഇത് സൂചിപ്പിക്കുന്നു. തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായും ബന്ധിപ്പിക്കുന്ന ഡൽഹി സ്ഫോടനം ഇന്ത്യയെ അതീവ ജാഗ്രതയിലാഴ്ത്തി. കൂടാതെ അതിർത്തി കടന്നുള്ള ഭീഷണികളെക്കുറിച്ചുള്ള വർദ്ധിച്ച ആശങ്കയാണ് പാകിസ്ഥാന്റെ ദ്രുതഗതിയിലുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ദില്ലി ചെങ്കോട്ടിലെ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ്. ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിനായുള്ള തീരുമാനത്തിലാണ് പോലീസ്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ദില്ലിയിൽ സ്ഫോടനം നടന്നത്. ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട 4 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് സമീപ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ദില്ലി സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമാകൂ. 3 തോക്കുകളും ജൈവായുധമായ റെസിൻ നിർമ്മിക്കുവാനുമുള്ള സാമഗ്രികളുമായി ഗുജറാത്തിൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. 350 കിലോ അമോണിയം നൈട്രേറ്റ്, 2 അസോൾട്ട് റൈഫിളുകൾ എന്നിവ ഉൾപ്പെടെ 2900 കിലോ സ്ഫോടക വസ്തുക്കളുമായി ജമ്മു കശ്മീരിൽ നിന്നുള്ള മറ്റൊരു ഡോക്ടറെയും ഹരിയാനയിൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പ്രശംസിച്ച് പോസ്റ്ററുകൾ പതിച്ചതിന് ജമ്മു കശ്മീരിൽ നിന്നുള്ള 3ാമത്തെ ഡോക്ടറെയും ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്തു. ഹരിയാനയിൽ ആയുധങ്ങളുമായി വനിതാ ഡോക്ടറും പിടിയിലായി. ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയുമായി ബന്ധമില്ലാത്ത 3 അറസ്റ്റുകൾ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ തിരക്കേറിയ ചെങ്കോട്ട പ്രദേശത്താണ് സ്ഫോടനം നടന്നത്. ലാൽ കില മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് 1 സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നലിലേക്ക് ഹരിയാന നമ്പർ പ്ലേറ്റുകളുള്ള ഹ്യുണ്ടായി i20 കാർ HR26 CE 7674 പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 9 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഞായറാഴ്ച സംസ്ഥാന തലസ്ഥാനമായ ഗാന്ധിനഗറിനടുത്തുള്ള അദലാജ് പട്ടണത്തിൽ നിന്ന് ഡോക്ടർ മുഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സയ്യിദിന്റെ കൈവശം 3 കൈത്തോക്കുകൾ, 2 ഓസ്ട്രിയൻ നിർമ്മിത ഗ്ലോക്ക് പിസ്റ്റളുകൾ, 1 ഇറ്റാലിയൻ നിർമ്മിത ബെറേറ്റ എന്നിവയും വെടിക്കോപ്പുകളും ഉണ്ടായിരുന്നു. പിന്നാലെ 2 സഹായികളെയും പിടികൂടി. ഉയർന്ന വിഷാംശമുള്ള റെസിൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന 4 ലിറ്റർ ആവണക്കെണ്ണയും പോലീസ് കണ്ടെടുത്തു.
ദില്ലി, ലക്നൌ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ വിഷം കലർത്തി ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഡോക്ടർ അന്വേഷണ സംഘം പറയുന്നു. ഇയാൾക്കും സംഘത്തിനും IS ബന്ധമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ജമ്മു കശ്മീർ പോലീസ് ഹരിയാനയിലെ ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീലുമായി ബന്ധപ്പെട്ട 2 റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ റെയ്ഡ് ചെയ്യുകയും മാരകമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു. ഏകദേശം 3000 കിലോഗ്രാം ബോംബ് നിർമ്മാണ വസ്തുക്കളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിൽ 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഡിറ്റനേറ്ററുകളും അസോൾട്ട് റൈഫിളുകളും വെടിക്കോപ്പുകളും ഉൾപ്പെടുന്നു. ഫരീദാബാദിലെ അൽ ഫലാഹ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഷക്കീൽ ഈ ഓപ്പറേഷനിൽ അറസ്റ്റിലായ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള 2ാമത്തെ ഡോക്ടറായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്ന് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ നിരോധിത പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പ്രശംസിച്ച പോസ്റ്ററുകൾ പതിച്ച 2 പേരിൽ ഒരാളെന്നാണ് CCTV ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3ാമത്തെ ഡോക്ടറായ ഷഹീൻ ഷാഹിദിനെ അറസ്റ്റ് ചെയ്തു. മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്നീ കാറുകളിൽ ഒരു അസോൾട്ട് റൈഫിളും കുറച്ച് വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അനന്ത്നാഗ് ജില്ലയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ ആദിൽ റാത്തർ ജോലി ചെയ്തിരുന്ന ലോക്കറിൽ നിന്ന് അസോൾട്ട് റൈഫിളും വെടിക്കോപ്പുകളും പോലീസ് കണ്ടെത്തി. അനന്ത്നാഗ് ആശുപത്രിയിലെ റാത്തറിന് നൽകിയിരുന്ന ലോക്കറിൽ നിന്നാണ് ഈ അസോൾട്ട് റൈഫിൾ കണ്ടെടുത്തത്. അതേസമയം ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമകളിൽ ഒരാൾ ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ നിന്നുള്ള താരിഖ് ആണെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ചാവേറായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രവും പുറത്തുവന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച വെള്ള നിറത്തിലുള്ള I-20 കാറിന്റെ ഉടമയാണ് ഈ ഉമർ. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 1989 ഫെബ്രുവരി 24 ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. വൈറ്റ് കോളർ ടെറർ മെഡ്യൂൾ എന്ന പേരിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്നിവരുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിവരം. ഇവരെ പിടികൂടിയ വിവരമറിഞ്ഞ് ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും അതേ തുടർന്നാണ് സ്ഫോടനം നടത്തിയതെന്നുമാണ് സൂചനകൾ. ഡ്രൈവർ കാറിന്റെ ജനാലയിൽ വെച്ചുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണാം. കാറിന്റെ ഡ്രൈവറെ മറ്റൊരു ചിത്രത്തിലും കാണാം. നീലയും കറുപ്പും കലർന്ന ടീഷർട്ടാണ് ഈ സമയം ഡ്രൈവർ ധരിച്ചിരുന്നത്. 3ാമത്തെ ചിത്രത്തിൽ ദേശീയ തലസ്ഥാനത്തെ തിരക്കേറിയ റോഡിൽ കാർ കിടക്കുന്നതായി കാണാം. ഉമറിന്റെ ഉമ്മയെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. UP സ്വദേശി ദിനേശ് മിശ്ര, തുണിക്കട നടത്തുന്ന ദില്ലി സ്വദേശി അമർ കടാരിയ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹസിൻ, ബീഹാർ സ്വദേശി പങ്കജ് സായിനി, 21കാരനായ UP സ്വദേശി റുമാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. 22കാരനായ സൈനി ഒരു ബന്ധുവിനെ മെട്രോ സ്റ്റേഷനിൽ വിടുവാനായി എത്തിയതാണ്. 8 പേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 13 പേർ മരിച്ചതായി അനൌദ്യോഗിക റിപ്പോർട്ടുമുണ്ട്. മരണസംഖ്യ ഉയരുവാനാണ് സാധ്യത. 30ലേറെ പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. കൊല്ലപ്പെട്ടവ മറ്റുള്ളവർ ദില്ലി UP സ്വദേശികളെന്നാണ് വിവരം.